ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, സലാം പറയുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃകയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടുന്ന് ശബ്ദമുയർത്തിയിട്ടാണ് സലാം പറയാറുള്ളത്. ഉറക്കെയാണ് സലാം പറഞ്ഞിരുന്നത്, ഉറക്കെയാണ് സലാം മടക്കിയിരുന്നത്. അത് രഹസ്യമായി പറയേണ്ട ഒരു സംഗതിയല്ല എന്ന് മനസ്സിലാക്കുക. സാബിത്ത് ബിന് ഉബൈദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന റിപ്പോർട്ടിൽ അസറിൽ നമുക്ക് കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാനൊരു മജ്ലിസിലേക്ക് ചെന്നു. അത്തയ്തു മജ്ലിസൻ ഫീഹി അബ്ദുല്ലാഹിബിൻ ഉമർ. ഞാനൊരു സദസ്സിലേക്ക് ചെന്നു, അവിടെ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഉണ്ടായിരുന്നു. ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇദാ സല്ലംത ഫഅസ്മിഅ, നീ സലാം ചൊല്ലിയാൽ അത് കേൾപ്പിക്കണം. ഫഇന്നഹാ തഹിയ്യത്തൻ മുബാറകത്തൻ ത്വയ്യിബ, അത് തഹിയ്യത്ത് അഭിവാദനമാണ്, അനുഗ്രഹീതമായ നല്ല അഭിവാദനമായതുകൊണ്ട് തന്നെ അത് ആളുകളെ കേൾപ്പിക്കണം, നീ ചൊല്ലിയാൽ അത് കേൾക്കണം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. അവിടുന്ന് സലാം ചൊല്ലിയാൽ ആളുകളെ കേൾക്കുന്ന രൂപത്തിൽ, ആളുകൾക്ക് കേൾക്കുമാറ് അവിടെ ഉറക്കെയാണ് ചൊല്ലിയിരുന്നത്. അതുപോലെ സലാം മടക്കുന്നതും അങ്ങനെ തന്നെയായിരുന്നുവെന്നാണ്. അപ്പോൾ ഇവിടെയാണ് ഇബ്നു ഹജർ റഹ്മഹുല്ല ഇതിൽ പറഞ്ഞത്, ഇഫ്ഷാ സലാം, സലാമിനെ വ്യാപിപ്പിക്കുക എന്ന കൽപ്പന ഇതിൽ തെളിവുണ്ട് എന്നതാണ്. അതായത് രഹസ്യമായി പറഞ്ഞാൽ അത് പറ്റില്ല എന്നാണ്. അതിൻ്റെ ഷർത്ത് എന്താണ്? അത് ഉറക്കെ പറയണമെന്നതാണ്. ഏറ്റവും ചുരുങ്ങിയ നമ്മൾ ആരോടാണോ പറയുന്നത് അയാളെങ്കിലും കേൾക്കണ്ടേ, എന്നിട്ട് അയാൾക്ക് അതിന് മറുപടി പറയാൻ സാധിക്കണ്ടേ. ഇനി അതുകൊണ്ട് ഇഷാറ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചാൽ പറ്റില്ല, സലാം പറയണമെന്നാണ്. ചില ആൾ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കും, ആ ആംഗ്യ പരിപാടിയല്ല, മറിച്ച് സലാം പറയുക എന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരാളത് പറഞ്ഞയാൾ കേട്ടിട്ടില്ലെങ്കിലോ, ആരോടാണോ പറഞ്ഞത് അയാൾ കേൾക്കുന്നില്ല, അയാൾക്ക് മടക്കേണ്ട നിർബന്ധമൊന്നുമില്ല, ആ നിർബന്ധം അയാൾ ഒഴിവാകും. അപ്പോൾ ഉറക്കെ തന്നെ പറയണം എന്ന് മനസ്സിലാക്കുക. അതുപോലെ മടക്കേണ്ടതും അങ്ങനെ തന്നെയാണ് എന്ന കാര്യം മനസ്സിലാക്കണം. പതുക്കെ പറഞ്ഞ് ഒരാൾ കേട്ടിട്ടില്ലെങ്കിൽ അയാൾക്ക് മടക്കൽ നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കുക, അയാൾ ആ നിർബന്ധം ഒഴിവാകും. അപ്പോൾ പ്രവാചകൻ്റെ ചര്യ സലാം പറയുമ്പോൾ ഉറക്കെ പറയുക, മടക്കുന്നതും അങ്ങനെ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.